ഇങ്ങോ ഇത് കണ്ടോ, ഉജാല, പണ്ടത്തെ ഉജാല. പിന്നോണ്ട് നമുക്കൊരു ബോട്ട് ഉണ്ടാക്കാം. കയ്യിലെല്ലാം ആവുന്നു. ഇങ്ങനെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം. പഴയ ഉജാല നല്ല കട്ടിയുള്ള കുപ്പിയായിരുന്നു. മുമ്പത്തേല് ഇവിടെ ഇത് നീല കളറായിട്ട്, ഇവിടെ വൈറ്റ് പ്രിന്റും, ഇവിടെ ഇങ്ങനെ പഞ്ച് ചെയ്ത പോലെ എല്ലാം ഉണ്ടാകും. ഇങ്ങനെ ശ്രദ്ധിക്കണത്, മെല്ലെ മുറിക്കണം, കത്തി അധികം നീട്ടാണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് കളയാൻ പാടില്ല, കാണുന്നുണ്ടോ? ഇല്ല, വെള്ളമൊക്കെ ഒന്ന് കുറച്ചേക്കാം. ഈ സാധനത്തിന് ചെറിയൊരു കുനിപ്പിടണം. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട്, അതേപോലെ ഇപ്പണ സൈഡിൽ ചെറുതായിട്ട്. ഇത് ഒരാണിയോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട്, ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്, നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ചൂടാക്കിയിട്ട് ഇവിടെ ഒരു ലൈൻ ഉണ്ട് കണ്ടോ, ആ ലൈനിന് മുകളിലായിട്ട്, പകുതിക്ക് മുകളിലായിട്ട് അത് എടുത്തോളം ഇളക്കാം. അതേപോലെ ഇപ്പുറത്തും തുറക്കാം. ഇതേ സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ചൂടായിട്ട് തുറക്കണം. ഇങ്ങനെ തുറക്കുക. അതിനുശേഷം ഇതിൻ്റെ പിറകുവശം പകുതിക്ക് മുകളിൽ തന്നെ തുറക്കുക. പകുതിക്ക് മുകളിലായിട്ട് ഇവിടെ തുറച്ചു കൊടുക്കുക. കൈ പൊള്ളാണ്ട് നോക്കണം, കയ്യിൽ എവിടെയെങ്കിലും വെച്ച് കുത്താണ്ട് നോക്കണം. ഇനി മെഴുകുതിരി മാറ്റി വെക്കാം. ഇനി നമുക്ക് നല്ല ബലമുള്ള 2 ഈർക്കിലി വേണം. നന്നായി ഉണങ്ങിയ ഈർക്കിലാണ് നല്ലത്. ഉണങ്ങിയ ഈർക്കിലിന് നല്ല ബലം ഉണ്ടാവും. ഈ ഉജാലേനേക്കാളും നീളമുള്ള ഈർക്കിൽ വേണം. ഇതിനേക്കാളും നീളമുള്ള ഇത് കട്ട് ചെയ്യാൻ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇത് ഈ തുളയിലിങ്ങനെ ക്രോസായിട്ട് വേണ്ട, ഇത് മാക്സിമം ഇങ്ങനെ. ഓക്കെ, ഇനി അടുത്ത ഈർക്കിൽ ഇതേപോലെ കൊടുക്കൽ. ഇത് മാക്സിമം നല്ല ബലമുള്ള ഭാഗം ഇവിടെ കിട്ടുന്ന രീതിയിൽ. അധികം നീളം വേണ്ട, നമുക്ക് ഇത്രയും നീളം വേണ്ട, കുറച്ച് ഭാഗം ഇവിടുന്ന് മിക്സ് ചെയ്യാം. അതേ നീളം ഇത്രയും നീളം വേണ്ട. നമ്മളുടെ ബോട്ടിൻ്റെ പണി കഴിഞ്ഞു. ഇനി തുഴയുണ്ടാക്കണം. ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ കെട്ടാം.
ഇങ്ങനെ ഊർന്ന് പോവില്ല ഇങ്ങോട്ട്. ഇത് ചരിവല്ലേ, അങ്ങനെ ഊർന്ന് പോവാതിരിക്കാൻ ഈ ഭാഗത്തും കെട്ടിയിടുക ഇതുപോലെ കെട്ടിയിടുക. എന്നിട്ട് ഇത് എന്ന രീതിയിൽ വെക്കാം. ഇനി നമുക്ക് ബോട്ട് മുമ്പോട്ട് പോവാൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തിരിക്കുക. ഫ്രണ്ടിലോട്ട് മാക്സിമം റബ്ബറിൻ്റെ ബലത്തിനനുസരിച്ച് മാക്സിമം തിരിക്കുക. റബ്ബറിൻ്റെ ബലം എങ്ങനെ അറിയാമെന്ന് പറയുമ്പോൾ 2-3 പ്രാവശ്യം തിരിക്കുമ്പോൾ പൊട്ടുന്നുണ്ടെങ്കിൽ റബ്ബറിന് വിലയില്ല എന്നർത്ഥം. ഇങ്ങനെ മാക്സിമം പറ്റുന്നത്ര തിരിച്ചാൽ അത്രയും ദൂരം ഇത് പോവും. ഇതാണ് അതിൻ്റെ തുഴ. അപ്പോൾ മാക്സിമം തിരിക്കുക. എന്നിട്ട് ഇതിങ്ങനെ പിടിക്കുക, നേരെ വെള്ളത്തിലേക്ക് വിടുക. ഇനി വിടുമ്പോൾ നോക്കുക. മാക്സിമം ടൈറ്റ് ചെയ്യാം. ഇനി ഇതാ ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക്. ഓക്കെ, ഇനി അത് വിടുന്നു. തട്ടി നിന്നു. അയ്യോ 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 അയ്യോ. അടിപൊളിയായിട്ട് വന്നിട്ട് വിടുന്നേ. ഇത് പിറകിലോട്ട് തിരിച്ചു നോക്കിയാലോ? ആ, പിറകിലോട്ട് തിരിച്ചാ പിറകിലോട്ട് പോവും. വിട ഇനി അങ്ങനെ അത് റിവേഴ്സ് പോവും. അപ്പോൾ നമ്മളെ ചാനലിൽ ഇതുപോലെയുള്ള നിങ്ങളുടെ ഐഡിയ എല്ലാം ഷെയർ ചെയ്യണേ. പിന്നെ നമ്മളുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ നമുക്ക് അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. ഇതുപോലുള്ള പഴയ ട്രിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.